ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐഡിയൽ ഗ്യാസിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലുള്ള കാര്യമാണ്. അതായത് ഫണ്ടമെൻ്റൽ വോളിയം എന്ന് പറയുന്നത് 8 പവർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് ഹാർമോണിക് ഓസിലേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലുള്ള എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ക്യൂ പി എന്ന് പറയുന്നത് നമ്മളൊരു വൺ ഡയമെൻഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഒരു വൺ ഡയമെൻഷൻ്റെ കേസിലുള്ളതാണ്. അപ്പോൾ എച്ച് പവർ ഓഫ് ക്യൂ പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ക്യൂ സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. അതായത് പൊട്ടൻഷ്യൽ എനർജിയാണ്, ഇത് കൈനറ്റിക് എനർജിയാണ്. അതിന് രണ്ടിൻ്റെയും സമ്മേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ എനർജി നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു ദിസ് വൺ. ആൻഡ് പൊസിഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ക്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഫൈ, where a is the amplitude and omega is the angular frequency of the vibration, angular frequency. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആണ് എ എന്ന് പറഞ്ഞാൽ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ദെൻ പി സി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് എം ഇൻറ്റു പൊസിഷൻ എം ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ, ദറ്റ് ഈസ് ക്യൂ ഡോട്ട്. That is equal to m into a into minus omega sin omega t plus phi. That is equal to minus m omega a sin omega t plus phi. Okay, that is the value of the p. അപ്പോൾ പിയുടെ വാല്യൂ ആണ് അത്. Then angular frequency can be defined as omega is equal to root of k divided by m, where k is the force constant and m is the mass of the spring or system. That is called the angular frequency of the vibration. ഇനി നമുക്ക് ഇതിൻ്റെ കേസിലുള്ള എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. സോ എനർജി ക്യാൻ ബി റിട്ടൺ ആസ് സം ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് സം ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ക്യൂ സ്ക്വയർ, where q is the a square cos square omega t plus phi plus p square divided by 2m. p1 divided by 2m into p square, that is m square omega square a square sin square omega t plus phi, where k is the force constant can be written as half into from this one m omega square. From this omega square is equal to k divided by m. From this k is equal to m omega square a square cos square omega t plus phi plus m can be cancelled, that is 1 divided by 2 m omega square a square sin square omega t plus phi. ഇപ്പോൾ ഈ ഇത്രയും ടേംസ് കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. ബാക്കി വരുന്ന വാല്യൂ 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി. ഓക്കെ, എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എനർജി ഓഫ് ദ ഓസിലേറ്റർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് നമുക്കിവിടെ കിട്ടി. ഇനി ഫ്രം ദിസ് വൺ ക്യൂ ഡിവൈഡഡ് ബൈ എ, ദറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആൻഡ് പി ഡിവൈഡഡ് ബൈ മൈനസ് പി ഡിവൈഡ് ബൈ എം ഒമേഗ എ, ദറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ഒമേഗ ടി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഇക്വേഷൻ നമ്പർ എ ആൻഡ് ഇക്വേഷൻ നമ്പർ ബി. സ്ക്വയറിങ് ബോത്ത് ഇക്വേഷൻ ആൻഡ് ആഡിങ്. എനെ സ്ക്വയർ ചെയ്യുക, ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ ആഡ് ചെയ്തിട്ട് സം ചെയ്യുക. സോ പി സ്ക്വയർ ഡിവൈഡ് ബൈ എം സ്ക്വയർ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, ഇപ്പോൾ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ പ്ലസ് പി സ്ക്വയർ ഡിവൈഡ് ബൈ എം സ്ക്വയർ omega square a square, that is equal to 1. Okay, where s we have is equal to half into m omega square a square
From this, a square is equal to 2e divided by m omega square. So q square divided by 2e divided by m omega square plus p square divided by 2em, that is equal to 1. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ is equal to 1. Comparing this general equation, we got a is equal to 2e divided by m omega square. Sorry, a square is equal to this one, and b square is equal to 2em. A square is called, sorry, A is called a semi-major axis and B is called a semi-minor axis of the ellipse. ഓക്കെ, അപ്പോൾ നമുക്ക് എലിപ്സിൻ്റെ റിലേഷൻ നമ്മൾക്കൂടെ കിട്ടുന്നുണ്ട്. എലിപ്സ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ട്രാജക്ടറി എന്ന് പറയുന്നത്, ഫേസ് സ്പേസിലുള്ള ട്രാജക്ടറി എന്ന് പറയുന്നത് ദറ്റ് ഈസ് ആൻ എലിപ്സ്. ഹൈപ്പർ സ്പിയറോ അല്ലെങ്കിൽ ഹൈപ്പർ ഷെല്ലോ ഒന്നുമല്ല, പകരം ഒരു എലിപ്സാണ്. ഓക്കെ, അപ്പോൾ എലിപ്സായിട്ട് നമുക്ക് കിട്ടി. ഇനി മാത്രമല്ല, ആക്സിസ് രണ്ടും സെമി മേജർ ആക്സിസ് ആയാലും സെമി മൈനർ ആക്സിസ് ആണെങ്കിലും ഇറ്റ് വിൽ ബി ഡിപ്പെൻഡ്സ് ഓൺ ദ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എനർജി. സോ ആക്സിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എനർജി. അത് റൂട്ട് ഇക്ക് പ്രൊപ്പോർഷണൽ ആണ്. കാരണം എയും ബിയും നമുക്ക് കാണുന്നത് എ is equal to root of this one and b is equal to root of this one. സോ ആക്സിസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഇ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ട്രാജക്ടറി എന്ന് പറയുന്നത് എലിപ്സ് ആണ്. സോ നമുക്കത് ഡ്രോ ചെയ്യാം. അപ്പോൾ ട്രാജക്ടറി എന്ന് പറയുന്നത് നമുക്ക് എലിപ്സ് ആയിട്ട് കിട്ടി. ഇനി ഇതിൻ്റെ ഏരിയ നമുക്ക് കാണണം. ഏരിയ ഓഫ് ദ എലിപ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് that is equal to pi into semi major axis into semi minor axis, that is pi into a into b, that is equal to pi into root of 2e divided by m omega square into root of 2em, that is equal to m can be cancelled, root of 2e into root of 2e, that is equal to 2e. So 2 pi e divided by omega square, that is the area of the ellipse. So area is also proportional to the energy. ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, എനർജിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എനർജി എന്ന് പറയുന്നത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇ മൈനസ് ഡെൽറ്റ ബൈ 2 മുതൽ ഇ പ്ലസ് ഡെൽറ്റ ബൈ 2 വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, എനർജി നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ എലിപ്സിൻ്റെ ട്രാജക്ടറിയിൽ എന്തുണ്ടാവും, ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതായത് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, മാറും. ഓക്കെ, അപ്പോൾ ഇത് ഇ മൈനസ് ഡെൽറ്റ ബൈ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാജക്ടറി, ഇത് ഇ പ്ലസ് ഡെൽറ്റ ബൈ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാജക്ടറി. സോ ഏരിയയും അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം എനർജി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏരിയ വിൽ ബി ചേഞ്ച്. കാരണം എനർജി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എനർജി. അപ്പോൾ എനർജി കൂടുന്തോറും അതിൻ്റെ ഏരിയ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എനർജി കുറയുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ എനർജി റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എന്ന് അല്ലെങ്കിൽ സ്പേസ് എന്ന് ഏരിയ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇത്രയും റീജിയൻ, ഈ ഒരു പർട്ടിക്കുലർ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റീജിയൻ, നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം, ആ ഭാഗത്തിൻ്റെ കേസിലുള്ള വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ അത് ഏരിയ കൺസിഡർ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. കാരണം നമ്മൾ 1 ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഒരു 3n ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റും ഉണ്ട്, 3n ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ആണെങ്കിൽ വി ഗോട്ട് 6n ഡയമെൻഷനിലുള്ള ഒരു ഫേസ് സ്പേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ ട്രാജക്ടറി നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു 6n ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഇവിടെ നമ്മൾ 1 ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, 1 ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളിവിടെ പൊസിഷനും അതുപോലെ 1 ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മൊമെൻറ്റും കണ്ടിട്ടുള്ളത് ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ. സോ നമുക്ക് കിട്ടുന്നത് 2 ഡയമെൻഷനലായിരിക്കും. അതായത് n is equal to ഇവിടെ 1 ആണ് ഡിഗ്രീസ്, അതായത് 1 ഡയമെൻഷനിലാണ് നമ്മൾ കാണുന്നതും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 2 ഡയമെൻഷനിലാണ്. 2 ഡയമെൻഷനിൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏരിയ മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലും അത് എന്തിന് ഈക്വലൻ്റ് ആണ്, ഏരിയയ്ക്ക് ഈക്വലൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. കൺസെപ്റ്റ് ഓക്കെ അല്ലേ? നമ്മൾ ഫേസ് സ്പേസ് എന്ന് പറയുമ്പോൾ 3n ഡയമെൻഷനിലുണ്ട്, പൊസിഷനും 3n ഡയമെൻഷനിൽ, മൊമെൻറ്റും 3n ഡയമെൻഷനിൽ, മൊത്തം 6n ഡയമെൻഷനിലാണ് വരുന്നത്. ഇവിടുത്തെ കേസിൽ നമ്മൾ 1 ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ, അപ്പോൾ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് 1, പീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1, അപ്പോൾ മൊത്തം എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലായിരിക്കും. അപ്പോൾ ഈ ഫേസ് സ്പേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു എലിപ്സ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 2 ഡയമെൻഷനൽ ഫേസ് സ്പേസിലാണ്. സോ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആയിട്ട് മാറ്റണം, ഏരിയയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒമേഗ സീക്വൽ ടു ഇൻ്റഗ്രൽ ഡി ക്യു ഡി പി. കാരണം ഇവിടെ 3n പറ്റില്ല, കാരണം 1 ക്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്, പിക്കും കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. അപ്പോൾ അതുപോലെ എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു 2π. ഇതിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ ഏരിയ നമുക്ക് ഓൾറെഡി നമുക്ക് അങ്ങനെ കാണേണ്ട രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് E-Δ/2 ആണ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് E+Δ/2. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഏരിയ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ കാണാൻ വേണ്ടി പറഞ്ഞാൽ ഈ ഔട്ടർ സ്പിയറിലുള്ള അല്ലെങ്കിൽ എലിപ്സിലുള്ള ഏരിയ മെഷർ ചെയ്യുക, ഇന്നർ ഇപ്പോൾ എന്താ പറയുക എലിപ്സിൻ്റെയും ഏരിയ മെഷർ ചെയ്തിട്ട് അത് രണ്ടും എന്ത് ചെയ്താൽ മതി, സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 2e E+Δ/2 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ മൈനസ് 2π E-Δ/2 ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇത് ഔട്ടർ എലിപ്സാണ്, ഇത് ഇന്നർ എലിപ്സാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 2π E ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി, ഡെൽറ്റൻ്റെ ടേംസ് മാത്രം ഇവിടെ നെഗറ്റീവും ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവായിട്ടും ചേഞ്ച് ചെയ്യും. സോ ദിൽ വിൽ ബി ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ ഒമേഗ ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ സീക്വൽ ടു 2π ഡിവൈഡ് ബൈ ഒമേഗ, വെർ ദിസ് ഒമേഗ സ്ക്വയർ, ദിസ് ഒമേഗ ഈസ് ദ ഓക്കെ, ഇത് ഇവിടെ ഒമേഗ എന്നുള്ള വാല്യൂ ഉണ്ടാവുള്ളൂ, കാരണം സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ് വരുന്നത്. സോ ഒമേഗ എന്നുള്ള വാല്യൂ ഉണ്ടാവുള്ളൂ, ദർ വിൽ ബി ഒമേഗ. ഓക്കെ, അപ്പോൾ ഈ ഒമേഗ എന്ന് പറയുന്നത് വോളിയത്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ആംഗുലർ ഫ്രീക്വൻസിയാണ്, രണ്ടും മാറിപ്പോരുത്. ഇത് വോളിയാണ്, ഇത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ 2π ഡിവൈഡ് ബൈ ആംഗുലർ ഫ്രീക്വൻസി ഇൻറ്റു ഡെൽറ്റ, ഇതാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഫേസ് സ്പേസിലുള്ള ട്രാജക്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ ഒമേഗ ഇൻറ്റു ഡെൽറ്റ എന്നതാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മൈക്രോ സ്റ്റേറ്റിൻ്റെ എണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എനർജി ഐഗൺ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ, ദാറ്റ് ഈസ് En is equal to n+12 ഇൻറ്റു h⁻ എന്നുള്ള റിലേഷൻ. അപ്പോൾ ഈ റിലേഷൻ വെച്ച് നമുക്ക് n is equal to 0 ആണെങ്കിൽ that will be equal to ½ ഇൻറ്റു h⁻. n is equal to 1 ആണെങ്കിൽ 3/2 h⁻. ഈ n is equal to 2 ആണെങ്കിൽ 5/2 h⁻. എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളതൊരു ട്രാജക്ടറി നമ്മളിതിലേക്ക് വരക്കുകയാണെങ്കിൽ n is equal to 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ട്രാജക്ടറി, ദാറ്റ് ഈസ് ½ ഇൻറ്റു h⁻. അടുത്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത് 3/2 h⁻. ദെൻ അടുത്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് 5/2 h⁻. എന്ന് കിട്ടി. അപ്പോൾ ഇത് ഒന്നാമത്തെ മൈക്രോ സ്റ്റേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ മൈക്രോ സ്റ്റേറ്റ്, ഇത് മൂന്നാമത്തെ ഐഗൺ വാല്യൂ, ഇത് ഒന്നാമത്തെ ഐഗൺ വാല്യൂ, ഇത് രണ്ടാമത്തെ ഐഗൺ വാല്യൂ, ഇത് മൂന്നാമത്തെ ഐഗൺ വാല്യൂ, ദാറ്റ് ഈസ് മൈക്രോ സ്റ്റേറ്റ്. ഇനി രണ്ട് ഐഗൺ വാല്യൂകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, ദാറ്റ് ഈസ് h⁻. അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഐഗൺ സ്റ്റേറ്റ് വിൽ ബി h⁻. ഓക്കെ, അതായത് ഫസ്റ്റ് ഐഗൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ½ ഇൻറ്റു h⁻, രണ്ടാമത്തത് E1 is equal to 3/2 h⁻. സോ ഡിഫറൻസ് between nearest eigen state that is equal to 3/2 h⁻ minus 1/2 h⁻, that is equal to h⁻. ഓക്കെ, അപ്പോൾ
ഇവിടെ 2 ഐഗൺ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞത് എച്ച് കട്ട് ഒമേഗ ആയിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട് കിട്ടി. ഇനി നമ്മൾ ഈ ഫിഗറിലേക്ക് വരികയാണ്. ഈ ഫിഗറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. കാരണം ഇ മൈനസ് ഡെൽറ്റ ബൈ 2 ആണ് ഇന്നർ, ഔട്ടർ വരുന്നത് ഇ പ്ലസ് ഡെൽറ്റ ബൈ 2. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡെൽറ്റ. ഈ ഡെൽറ്റ എന്ന് പറയുന്ന തിക്നെസ്സിൽ എത്ര ഐഗൺ സ്റ്റേറ്റ് വരുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഡെൽറ്റ ഡിവൈഡഡ് ബൈ എച്ച് കട്ട് ഒമേഗ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എത്ര ഐഗൺ സ്റ്റേറ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഐഗൺ ലെവൽ വരുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് മൊത്തം ഏരിയ ഡെൽറ്റ, 2 ഐഗൺ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്നത് എച്ച് കട്ട് ഒമേഗ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഐഗൺ സ്റ്റേറ്റ് വി ഗെറ്റ് ദ നമ്പർ ഓഫ് ഐഗൺ വാല്യൂ. ഓക്കെ, അപ്പോൾ ഐഗൺ വാല്യൂ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഡെൽറ്റ ഡിവൈഡ് ബൈ എച്ച് കട്ട് ഒമേഗ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ അലോഡ് എനർജി ഇൻ്റർവെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഐഗൺ സ്റ്റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റിനെയാണ്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഐഗൺ സ്റ്റേറ്റ് വിത്തിൻ അലോഡ് എനർജി ഇൻ്റർവെൽ ഡെൽറ്റ ഈസ് delta divided by h cut omega, that is indicate the number of eigen microstate, that is gamma is equal to h cut divided by delta divided by h cut omega. So fundamental volume can be calculated as fundamental volume or fundamental area of the phase space for one eigenstate. Fundamental volume or area of phase space for one eigenstate is omega 0 is equal to omega divided by gamma. Omega can be calculated, that is 2 pi delta divided by omega that divided by gamma. Gamma is equal to delta divided by h cut omega. ഓക്കെ, അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് വോളിയം ആയിരുന്നു, ഈ കേസിൽ ഏരിയ ആണ്, നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 pi delta divided by omega. This omega is indicated at the angular frequency and microstate, that is delta divided by h cut omega. സോ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യുക. വി ഗോട്ട് 2 pi h cut. h cut എന്ന് പറഞ്ഞാൽ h ഡിവൈഡ് ബൈ 2 pi ആണ്. അപ്പോൾ that is h cut is equal to h divided by 2 pi. So that is equal to omega 0 is equal to h എന്ന് നമുക്ക് കിട്ടും. So fundamental volume of the one microstate or one eigenstate, that is equal to h. അപ്പോൾ h നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നത്, ഫണ്ടമെൻ്റൽ വോളിയം എന്ന് പറഞ്ഞത് h റെസ്റ്റ് ടു എഫ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞ സെക്ഷനിൽ. അപ്പോൾ എഫ് എന്ന് പറഞ്ഞത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ നമ്മളാണ് 1 ഡയമെൻഷനാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ 1 ഡയമെൻഷനിൽ ആയതുകൊണ്ട് h പവർ ഓഫ് 1 ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആയിരുന്നു. അപ്പോൾ h പവർ ഓഫ് 1 ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ കണ്ടിട്ടുള്ളത് 1 ഡയമെൻഷനിലാണ്, പക്ഷേ ഫേസ് സ്പേസ് വന്നിട്ടുള്ളത് 2 ഡയമെൻഷനിലാണ്. അത് അങ്ങോട്ടും മാറിപ്പോകരുത്. ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് h ഓഫ് ക്യൂ പി എന്നുള്ള വാല്യൂ നമ്മൾ കണ്ടിട്ടുള്ളത് 1 ഡയമെൻഷനിലാണ്. പക്ഷേ ഫേസ് സ്പേസ് നമുക്ക് കിട്ടുന്നത്, ഫേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റും വരുന്നുണ്ട്, അതുപോലെ പൊസിഷനും വരുന്നുണ്ട്. അത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, 2 ഡയമെൻഷനിലായിട്ടുള്ള ഒരു സ്പേസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് കിട്ടുന്നത്. ഫേസ് സ്പേസിലാണ് നമുക്കത് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് പരസ്പരം മാറിപ്പോകരുത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കേസിലുള്ള മൈക്രോ കനോണിക്കൽ എൻസംബിളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചോദിക്കാനുള്ളത് ഫണ്ടമെൻ്റൽ വോളിയം ഓഫ് ദ 1 മൈക്രോസ്റ്റേറ്റ് വിൽ ബി ഈക്വൽ ടു h പവർ ഓഫ് 3n എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. സോ അതെന്ത് ചെയ്യുക, നോക്കുക. 2 രീതി, ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ ഹാർമോണിക് ഓസിലേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.